ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുന്നു. 10:00-ഓടുകൂടി മിക്ക സ്ഥലങ്ങളിലും തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നത് BJP നേതാക്കൾ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് SS ശരൺ നമുക്കൊപ്പം ചേരുന്നു. ശരൺ, പിന്തുണ മാത്രമല്ല, നേരിട്ട് നിന്ന് ഹർത്താൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുക തന്നെയാണ് BJP നേതാക്കൾ. ഏത് രീതിയിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്? തീർച്ചയായിട്ടും അപർണ, കൊച്ചിയിൽ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലിൽ BJP നേതാക്കൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A രാധാകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കൾ മുൻനിരയിൽ തന്നെയുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രകടനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. 100-ലധികം വരുന്ന ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രകടനത്തിൽ അണിനിരത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാനർജി റോഡിലാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ കലൂരിലെത്തുമ്പോൾ വേറൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് അവിടെ വ്യാപാരികൾ കടകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയൊരു പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് വ്യാപാരികൾ അവിടെ കടകൾ തുറന്നിട്ടുള്ളതും. ഏതായാലും നേരത്തെ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ഒപ്പം തന്നെ കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുമെന്നുള്ള കാര്യം വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഇതിനെ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തകരും ഒപ്പം വ്യാപാരികളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് തടയിടത്തക്ക രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കലൂരിലടക്കം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ശരൺ, ഇത് വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കൾ കടകൾ തുറക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നപ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ ഒപ്പം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു ഹർത്താലിന് ബദലായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കൂട്ടം കൊച്ചിയിലുണ്ടോ? വ്യാപാരികൾ തന്നെയാണ് കടയുടമകൾക്ക് പിന്തുണയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് വ്യാപാരി സംഘടനകളാണ് ഇതിന്റെ മുൻനിരയിലുള്ളത്. അവർ നേരത്തെ